വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഹെലൻസ് ലിറ്റിൽ വേൾഡ്. ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ? കുറച്ച് പേരെങ്കിലും എനിക്ക് പേഴ്സണലി DM ചെയ്ത് എൻ്റെ അടുത്ത് ജർമ്മൻ ലാംഗ്വേജ് ജേർണിയുടെ കാര്യങ്ങളെ പറ്റി ചോദിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഇൻസ്റ്റ ID കാര്യങ്ങൾ ഇവിടെ കൊടുക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എനിക്ക് DM ചെയ്യാം. ഇപ്പം എന്തായാലും ഞാൻ ജസ്റ്റ് ബ്രീഫായിട്ട് പറയാം കേട്ടോ. ഞാനിപ്പോൾ ജർമ്മനിയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് ആണ്. അപ്പം ഒത്തിരി പേരെടുത്ത് ചോദിക്കാറുണ്ട്, നമുക്ക് ജർമ്മനി ചെല്ലുമ്പോൾ നമുക്ക് നഴ്സിംഗ് മാത്രമാണോ ഹൗസ് ബിൽഡിംഗ് ആയിട്ട് ഉള്ളോ എന്നുള്ളത്. ശരിക്കും അങ്ങനെയല്ല, ഒത്തിരി അധികം ഹൗസ് ബിൽഡിങ്ങുകൾ അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ ഫിക്സ് ചെയ്തു ഹൗസ് ബിൽഡിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇനി നമ്മൾ അതിന് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണം. നമ്മൾ ജർമ്മനിക്കാണ് പോകുന്നത്, അവിടുത്തെ ലാംഗ്വേജ് ഏതാ? ജർമ്മൻ ആണ്, അല്ലെങ്കിൽ ഡോയിഷ് ആണ് അല്ലേ. സോ നമ്മളത് പഠിക്കണം. പഠിക്കാൻ വേണ്ടിയിട്ട് എല്ലായ്പ്പോഴും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ ചൂസ് ചെയ്യുക. കാരണം നമുക്ക് കിട്ടുന്ന ബേസ്, നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ പഠിക്കുമ്പം നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കിയിട്ട് ചൂസ് ചെയ്യുക കേട്ടോ. ഞാൻ എല്ലായ്പ്പോഴും പറയാ, ഇപ്പോൾ കറന്റ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഒക്കെ നിങ്ങൾക്ക് എവിടെയെങ്കിലും വെച്ചിട്ട് മീറ്റ് ചെയ്യാൻ പറ്റും. കാരണം അത്രത്തോളം കുട്ടികൾ ഈ കാലത്ത് ഇപ്പോൾ ജർമ്മൻ പഠിക്കുന്നുണ്ട്. സോ അവരുടെ ഇപ്പോഴത്തെ ഒരു എക്സ്പീരിയൻസ് നോക്കി നിങ്ങൾ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കിയിട്ട് നിങ്ങൾ ചൂസ് ചെയ്യുക. അടുത്തതാണ് ജർമ്മൻ എക്സാമിന്റെ കാര്യങ്ങൾ. അവിടെ നമുക്ക് ഗ്യോത്തെ, ടെൽക്ക്, ECL ഇങ്ങനെ പലതരത്തിലുള്ള എക്സാംസും കാര്യങ്ങൾ വരുന്നുണ്ട്. ഞാൻ പഠിച്ചത് ഗ്യോത്തെ ആയിരുന്നു. ഗ്യോത്തേന്റെ എക്സാമാണ് ഞാൻ അറ്റൻഡ് ചെയ്തത് കേട്ടോ. ഗ്യോത്തേന്റെ കേസിൽ നമുക്ക് എല്ലാ മൊഡ്യൂൾസും ഒരു സിംഗിൾ ടൈമിൽ തന്നെ നമുക്ക് കിട്ടണമെന്ന് ഇല്ല. നമുക്കിപ്പം ഒരെണ്ണം വെച്ച് കിട്ടാന്നുണ്ടെങ്കിലും ഓക്കെയാണ്. ആ ഒരു കാര്യം കൊണ്ടാണ് ഞാൻ ഗ്യോത്തെ ചൂസ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഒത്തിരി പേര് ടെൽക്ക് എഴുതുന്നവരുണ്ട്, ഒത്തിരി പേര് ECL എഴുതുന്നവരുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരിക്കലും കമ്പയർ ചെയ്യരുത് വേറെ കുട്ടികളായിട്ട്. നമുക്ക് നോർമലി പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം ഇപ്പം എനിക്ക് എടുത്തത് 8 to 9 months ആണ്, A1 to B2. എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞ സമയം അനുസരിച്ചിട്ട് വന്നത്. അത് ഓരോ സ്ഥലങ്ങളിലും ഡിപ്പെൻസ് ആയിരിക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, B2 എത്തുമ്പോൾ ഞാൻ കാര്യമായിട്ട് പഠിക്കാം എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ഫ്രം ദ ബേസ് നമ്മൾ പറയില്ലേ, എല്ലായ്പ്പോഴും അടിത്തറ കറക്റ്റ് ആയാലാണ് നമുക്ക് പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ നമുക്കെല്ലാം ശരിയായിട്ട് വരത്തുള്ളൂ. അപ്പോൾ നിങ്ങളിപ്പോൾ A1 പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ട്രബിൾ തോന്നാന്നുണ്ടെങ്കിൽ അതൊന്ന് ഫിക്സ് ചെയ്തതിന് ശേഷം മാത്രം അടുത്ത ലെവലിലേക്ക് പോവാം. അങ്ങനെ ഞാൻ ചെയ്തത് A1, A2, B1 ലെവലൊക്കെ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ലെവൽ എക്സാം മാത്രമാണ് എഴുതിയിരിക്കുന്നത്. B2 മാത്രമാണ് ഞാൻ ഗ്യൂത്തെ എഴുതി സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുള്ളത് കേട്ടോ. 4 മൊഡ്യൂളും എൻ്റെ കയ്യിലുണ്ട്. എപ്പോഴും നിങ്ങൾ ഫുൾ മൊഡ്യൂള് കിട്ടാൻ വേണ്ടി ശ്രമിക്കുക. അത് അങ്ങനെ എല്ലാവരും ചെയ്യുള്ളൂ എന്നറിയാം, എന്നാലും ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ബേസിക് ആയിട്ടുള്ള നമ്മുടെ കാര്യങ്ങൾ കഴിഞ്ഞു. പക്ഷെ പഠിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക, വെറുതെ അവർ തരുന്നത് മാത്രം ജസ്റ്റ് പഠിച്ച് ബേസ് മാത്രം പഠിച്ചു പോവാതെ നിങ്ങൾ ഇപ്പോൾ A1 തൊട്ടാന്നുണ്ടെങ്കിൽ കുഞ്ഞ് നമുക്ക് കാർട്ടൂൺ പോലത്തെ സ്റ്റോറീസ് കാണാം. അതുപോലെ നെറ്റ്ഫ്ലിക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്ത് മൂവീസ് കാണാം. നമ്മൾ എത്രത്തോളം കാണുന്നു അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം കേൾക്കുന്നു അതനുസരിച്ചിട്ട് തന്നെയാണ് നമുക്ക് ഈ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഇതൊരു സിലബസ് അല്ല, നമുക്കത് ഓട്ടോമാറ്റിക്കലി വരേണ്ട ഒരു കാര്യമാണ്. എപ്പോൾ ഒരാൾക്ക് ഇത് പഠിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പഠിക്കാനായിട്ട് പറ്റും. കാരണം ഞാൻ അത്ര ലാംഗ്വേജ് പഠിക്കാൻ അത്ര ഫോണ്ടായിട്ടുള്ള ഒരാളല്ല. പക്ഷെ എനിക്ക് നമ്മൾ എന്താ പറയുക, നമ്മൾ ഇഷ്ടപ്പെട്ട് പഠിക്കണം. ഇഷ്ടപ്പെട്ട് പഠിച്ചാൽ മാത്രമേ നമുക്കിത് പഠിക്കാൻ പറ്റത്തുള്ളൂ. സ്റ്റാർട്ടിങ്ങിലൊക്കെ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് പോലെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ക്വിറ്റ് ചെയ്താൽ അവിടെ വെച്ച് നമ്മൾ നിർത്തും. ക്വിറ്റ് ചെയ്യാതെ നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട് പഠിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് സെറ്റാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് ആണ്, നമ്മൾ പഠിച്ചു, നമ്മുടെ കയ്യിൽ ഈ 4 മൊഡ്യൂൾ നമ്മുടെ കയ്യിൽ കിട്ടി കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ട് കേട്ടോ. അത് നമ്മൾ ഫീൽ ചെയ്താൽ മാത്രം നമുക്ക് മനസ്സിലാവുള്ളൂ. അതൊരു വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. അടുത്തതാണ് നമ്മൾ നല്ലൊരു ഏജൻസി ചൂസ് ചെയ്യാന്നുള്ളത്. ഒത്തിരി പേർക്ക് ഒറ്റയ്ക്ക് അപ്ലൈ ചെയ്തിട്ട് ചെയ്യാൻ അറിയാവുന്നവരുണ്ട് കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതാണ് നല്ലത്. കാരണം നമുക്ക് വേറെ ഫണ്ടും കാര്യങ്ങളൊക്കെ വിസേന്റെയും പിന്നെ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ചെലവുകളുടെ കാര്യങ്ങൾ മാത്രമേ വരത്തുള്ളൂ. അല്ലാതെ നമുക്ക് ഇങ്ങനെ ഏജൻസിക്ക് പൈസ കൊടുക്കേണ്ട ഒരു കാര്യം വരുന്നില്ല. പക്ഷെ എൻ്റെ കേസിൽ ഇപ്പം എനിക്ക് അറിയില്ല ഒറ്റയ്ക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഏജൻസിയുടെ ഹെൽപ്പ് സീക്കുകയാണ് ചെയ്തത്. അപ്പോൾ എന്താ, പല റേറ്റുകളും പറയുന്നുണ്ട്. ഇപ്പോൾ ചിലവർ 1.75, അതൊക്കെ ഇപ്പോൾ കുറവാണ്. അവിടെ തൊട്ട് 2.5 ലക്ഷം അങ്ങനെ മുകളിലോട്ടേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഏജൻസി ഫീസ് വരുന്നത്. ഫ്രം ദ ബേസ് ആണ് ഞാൻ പറഞ്ഞത്. അതിനേക്കാളും താഴെ ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, ചിലപ്പോൾ ഉണ്ടാവാം. ഒത്തിരി സ്കാം നടക്കുന്നുണ്ട് ഏജൻസീസിന്റെ കേസിൽ. ഒത്തിരി ഫേക്ക് ആയിട്ടുള്ള കോൺട്രാക്ട്, അങ്ങനെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. സോ ദൈവത്തെ ഓർത്ത് വെറുതെ ബ്ലൈൻഡായിട്ട് ചെന്ന് കൊടുത്തിട്ട് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ പൈസ ചിലപ്പോൾ പോവും. പിന്നെ നമ്മൾ അതിൻ്റെ പുറകെ നടക്കണം. പിന്നെ പോരാത്തതിന്
ഡിലേ ആണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം നമ്മളിത് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് പോകണം എന്നൊരു ആഗ്രഹത്തിലായിരിക്കുമല്ലോ നമ്മളിരിക്കുന്നത്. കാരണം നമ്മളിത് പഠിച്ച് നമ്മളിത് പാസ്സായി വരുമ്പോഴേക്കും നമുക്ക് അയ്യോ എങ്ങനെയെങ്കിലും ഒന്ന് പെട്ടെന്ന് പോയാൽ മതി എന്നൊരു സ്റ്റേജ് ആയിരിക്കും. ഒന്നാമത്തെ കാര്യം ക്ഷമ വേണം. ക്ഷമയില്ലാതെ ഈ ഒരു കാര്യങ്ങൾ നടക്കില്ല. പിന്നെ നമുക്ക് നല്ലൊരു ഏജൻസീനെ നോക്കി ചൂസ് ചെയ്യാം. അപ്പോൾ അവർ നിങ്ങളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും, നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞു തരും. ഇന്റർവ്യൂ പ്രിപ്പറേഷൻ ക്ലാസ്സസ് കൊടുക്കുന്ന ഒത്തിരി ഏജൻസീസ് ഉണ്ട്. നിങ്ങളെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആ ഏജൻസി എങ്ങനെയാണോ അത്രത്തോളം നിങ്ങളുടെ പ്രോസസ്സിങ് എന്ന് പറയുന്നത് സ്മൂത്ത് ആയിട്ട് പോവും. അപ്പോൾ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏജൻസി നോക്കി നിങ്ങളുടെ മനസ്സിനോട് ചോദിച്ചിട്ട് നിങ്ങൾ ഫിക്സ് ചെയ്യുക. ഇങ്ങനെ നമ്മൾ ഏജൻസിയിൽ കൊണ്ടു കൊടുക്കുന്ന സമയത്ത് എന്തുണ്ടാവുന്ന വെച്ചാൽ നമുക്ക് ഇന്റർവ്യൂ വരും ജർമ്മൻസിന്റെ ഭാഗത്തുനിന്ന്. നമ്മൾ പഠിക്കാൻ പോകുന്ന ഷൂളെ, അതുപോലെ തന്നെ നമ്മുടെ എംപ്ലോയർ, ഇവരുടെ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് ഇന്റർവ്യൂ ഉണ്ടാവാം. അപ്പൊ നമ്മളത് പാസ്സാവണം. അപ്പോഴല്ലേ അവർക്ക് മനസ്സിലുള്ള ഒത്തിരി പിള്ളേർ പാസ്സായിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പൊ അവർക്ക് അവരുടെ സീറ്റിലേക്ക് ആരാണ് ഏറ്റവും എലിജിബിൾ ആയിട്ട് അവർക്ക് തോന്നുന്നത് അങ്ങനെയുള്ളവരെ അവർ ചൂസ് ചെയ്യും. ഡിപ്പെൻസ് ആണ് ഓരോ ഇന്റർവ്യൂവർ അനുസരിച്ചിരിക്കും. ഇപ്പം എൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ടെസ്റ്റ് ആയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് ഫോട്ടോസ് ഇങ്ങനെ കാണിച്ചിട്ട് ഹോസ്പിറ്റലത്തെ സിനാരിയോ കാണിച്ചിട്ട് അതിനെപ്പറ്റി എഴുതാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്റർവ്യൂ സെക്ഷനും ഉണ്ടായിരുന്നു. ജർമ്മൻസ് നേരിട്ട് വന്നിട്ട്, എനിക്ക് ഡയറക്റ്റ് ഇന്റർവ്യൂ ആയിരുന്നു കേട്ടോ. എല്ലാവർക്കും ഡയറക്റ്റ് ഇന്റർവ്യൂ ഒന്നല്ല. സംടൈംസ് ചിലപ്പോൾ ഡയറക്റ്റ് ഇന്റർവ്യൂ കൊടുക്കുന്ന ഏജൻസീസ് ഉണ്ടാവാം, ചിലപ്പം ഓൺലൈൻ ഇന്റർവ്യൂ ആയിരിക്കാം, ചിലപ്പോൾ 2 ഇന്റർവ്യൂസ് ഉണ്ടാവാം. അത് നിങ്ങൾ എവിടെ കൊടുക്കുന്നോ അതനുസരിച്ചിട്ടാണ് വരിക. എല്ലാത്തിലും ബേസിക് ആയിട്ടുള്ള കാര്യം നമ്മൾ ഈ ഹൗസ് ബിൽഡിങ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ അവിടെ വർക്ക് ചെയ്യാൻ വില്ലിങ് ആണോ എന്നുള്ളതാണ് അവർ ബേസിക്കലി നോക്കുക. പിന്നെ നമുക്ക് അവർ പറയണത് മനസ്സിലാവണമല്ലോ. എന്തെങ്കിലുമൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, നമ്മൾ അത്യാവശ്യം റെഡിയാണ്, നമ്മൾ കോൺഫിഡൻ്റ് ആണല്ലേ, നമ്മൾ വർക്ക് ചെയ്യാൻ ആ ഒരു വില്ലിങ്നെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 95% കാര്യങ്ങൾ ക്ലിയറായി. നന്നായിട്ട് വർക്ക് ചെയ്ത് പഠിക്കുക, എന്നിട്ട് പാസ്സാവുക. അതിനുശേഷം നല്ലൊരു ഏജൻസിയിൽ കൊടുക്കുക. ഇന്റർവ്യൂവിന് വേണ്ടി വളരെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. കാരണം അതാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഈ ഇന്റർവ്യൂ നമ്മൾ പാസ്സായാലാണ് നമുക്ക് അങ്ങോട്ടേക്ക് എത്താൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പൊ അത് അതിന്റെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കുക. പിന്നെ ഒത്തിരി പേര് ചോദിക്കുക ഇന്റർവ്യൂ വളരെ പാടായിരുന്നോ എന്ന് ചോദിച്ചാൽ അത്ര പാടാന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. അപ്പം എൻ്റെ കേസിൽ എന്നോട് അവർ ചോദിച്ചു, എൻ്റെ പേര് ചോദിച്ചു. അതുപോലെ തന്നെ എല്ലാവരും പഠിച്ചു വെക്കുന്ന ഒരു കാര്യമാണ് സിഷ് ഫോർസ്റ്റലൻ, അതായത് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എൻ്റെ കേസിൽ പക്ഷെ അവരെൻ്റെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞില്ല. അവരെൻ്റെ അടുത്ത് ഇങ്ങോട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു. അതായത് ഇപ്പം എത്ര നാളായി ജർമ്മൻ പഠിക്കാൻ തുടങ്ങിയിട്ട്, എന്നാണ് എക്സാം പാസ്സായത്, അതുപോലെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ വീട്ടിലുള്ള ആൾക്കാരെ പറ്റിയൊക്കെ പറയുമ്പോൾ അവരെന്ത് ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇങ്ങനെ ആൾക്കാരെ ടേക്ക് കെയർ ചെയ്തിട്ടുള്ള വല്ല എക്സ്പീരിയൻസസ് ഉണ്ടോ. സോ നമ്മൾ പറയുന്നതിൽ നിന്നാണ് അവർ റിലേറ്റ് ചെയ്ത് നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. നമ്മൾ എപ്പോഴും ആൻസർ ചെയ്യുമ്പോൾ ജെനുവിനായിട്ട് ആൻസർ ചെയ്യുക. നമ്മൾ ഫേക്ക് ചെയ്ത് ആൻസർ ചെയ്യുമ്പോഴാണ് നമ്മൾ പെടുക. അതായത് അയ്യോ ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ഇതിനെപ്പറ്റി ഒരു ധാരണയില്ല, ഞാൻ പറഞ്ഞു പോയി. പക്ഷെ അതിന് പകരം ജെനുവിനായിട്ട് നിന്നിട്ട് നമുക്ക് പറയാനുള്ള നമ്മുടെ ഫീലിങ്സ് പറയാം. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ, ഞാൻ ഇന്റർവ്യൂവിന് പോയിരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടാണ്ടാവുമ്പോൾ അവർ കളിയാക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. എനിക്ക് ഇന്റർവ്യൂവിന് വന്നിട്ടുള്ള ആൾക്കാർ ഇത് പറയാണ്ടിരിക്കാനായിട്ട് പറ്റില്ല. കാരണം നമ്മൾ പറയണ സമയത്ത് അവർ ഇങ്ങനെ നോക്കിയിരിക്കും നമ്മൾ എന്താ പറയണേ, അല്ലെ നമുക്ക് ചിലപ്പോൾ ഒരു വാക്ക് കിട്ടിയില്ലെങ്കിലൊക്കെ അവരിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നമുക്ക് മനസ്സിലാവുന്ന രീതിക്ക് ആക്ഷൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് കാണിച്ചു തരും. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നോക്കുമ്പം എനിക്ക് അവരുടെ അടുത്ത് വലിയൊരു ഹ്യൂജ് റെസ്പെക്റ്റ് ഉണ്ട്. അവരങ്ങനെ കളിയാക്കുക, നിനക്ക് അറിയില്ലല്ലോ, ചിരിക്കുക, അങ്ങനത്തെ പരിപാടികളൊന്നും തന്നെ ഇല്ല. സോ നമുക്ക് അങ്ങനെ ഇന്റർവ്യൂവിൻ്റെ നേരത്തെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് വെപ്രാളപ്പെടേണ്ട യാതൊരുവിധ കാര്യങ്ങളും ഇല്ല. ഞാൻ ചില സ്ഥലത്ത് കേട്ടിട്ടുണ്ട് ഇന്റർവ്യൂവിന് നമുക്കൊരു സിനാരിയോ തരും. അതായത് ഇപ്പം പേഷ്യൻസ് മെഡിസിൻ കൊടുത്തപ്പം അവരത് റിജക്റ്റ് ചെയ്തു, അവരത് കഴിക്കില്ല. അപ്പോൾ ആസ് എ നേഴ്സ് നീ എങ്ങനെയാണ് ഈ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുക, അങ്ങനത്തെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഇന്റർവ്യൂവിന് വരാം. അതായിട്ട് ഫോണിൻ്റെ സ്റ്റോറേജ് ഒന്ന് കഴിഞ്ഞു, അതാണ് കേട്ടോ ഒന്ന് കട്ടായത്. നെക്സ്റ്റ് കുട്ടികളുടെ കൺസേൺ ആണ് വാലിഡിറ്റി ഇഷ്യൂ. ഇതേ കൺസേൺ എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ. പല ഏജൻസീസും പല പോലെയാണ് കാര്യങ്ങൾ പറയുന്നത്. ഇപ്പം എൻ്റെ ഏജൻസി എന്ന് പറഞ്ഞത് നമ്മൾ ലാസ്റ്റ് എഴുതിയിരിക്കുന്ന മൊഡ്യൂളില്ലേ, 4 മൊഡ്യൂൾ ലാസ്റ്റ് എഴുതിയിരിക്കുന്ന മൊഡ്യൂളിൽ അത് 1 വർഷം, അതായത് ഇപ്പം ഞാൻ പാസ്സായത് മെയ്യിലാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് മെയ് ആ ഒരു സമയം വരെയാണ് ഇതിൻ്റെ വാലിഡിറ്റി പറയണത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇപ്പം എന്തെങ്കിലും ഒരു ഇഷ്യൂ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മൊഡ്യൂളും കൂടെ നമ്മുടെ അങ്ങോട്ട് എഴുതുക.
അപ്പോൾ ആ പ്രശ്നങ്ങൾ കഴിഞ്ഞില്ലേ. പക്ഷെ എൻ്റെ കേസിൽ ഇപ്പം എൻ്റെ ഏജൻസി പറഞ്ഞത് എഴുതേണ്ട ആവശ്യമില്ല. കാരണം എനിക്ക് ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആയിരുന്നു, അതുപോലെ തന്നെ ഈ ഗ്രാമർ ടെസ്റ്റും ഈ എക്സാംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ജർമ്മൻസിൻ്റെ ഭാഗത്തുനിന്ന് അവരൊരു സർട്ടിഫിക്കറ്റ് വെച്ചിട്ടുണ്ട്. അവർ നേരിട്ട് കണ്ട് നമ്മളെടുത്ത് സംസാരിച്ച് എല്ലാം അസസ് ചെയ്തതാണ് എന്നുള്ള രീതിക്ക് ഒരു സർട്ടിഫിക്കറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമുണ്ടാവില്ല എന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. നന്നായിട്ട് പ്രാർത്ഥിക്കുക. അങ്ങനെ ഇത്രയും സ്റ്റേജസും കാര്യങ്ങളും കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ കയ്യിൽ കിട്ടുമല്ലോ. ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ വിസയ്ക്ക് വെക്കും. വിസ അപ്രൂവ് ആയി കഴിഞ്ഞ് നമുക്ക് അങ്ങോട്ട് പോവാം. വെറുതെ അങ്ങോട്ട് പോയിട്ട് മാത്രം കാര്യമില്ല. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്കൊരു പ്രൊബേ സൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഉണ്ട്. ഒരു 6 months സംതിങ് അത്ര ഒരു സമയമുണ്ട്. ആ സമയത്തുള്ളിൽ അവർ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. നമ്മളിവിടെ ക്ലാസ്സിനകത്ത് ഇരുന്നിട്ട് മിണ്ടാണ്ടിരിക്കാം എന്ന് പറഞ്ഞ സെറ്റപ്പ് അല്ല. അവിടെ നമ്മൾ നല്ല ആക്റ്റീവായി നല്ലോണം എൻഗേജ് ചെയ്ത് നമ്മൾ തെറ്റ് പറഞ്ഞോട്ടെ, തെറ്റിന്നാണ് നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ അവർ വെർബ് സെക്കൻഡ് പൊസിഷനിൽ ഇട്ടിട്ടുണ്ടോ അത് അവസാനത്തിലാണോ ഇട്ട് എന്നുള്ളതല്ല. നമുക്ക് അവിടെ സംസാരിച്ച് നമ്മളിപ്പോൾ 2 വാക്കുകൾ പറയുമ്പോൾ ഒത്തിരി നമുക്ക് ബന്ധിപ്പിക്കാൻ പറ്റും അല്ലേ. അല്ലാതെ വെർബും പൊസിഷനും കാര്യങ്ങളും ഒന്നും നോക്കിയിട്ടെന്നല്ല. നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമുക്ക് നന്നായിട്ട് നമ്മൾ വർക്ക് ചെയ്ത് നമ്മൾ നന്നായിട്ട് പഠിച്ച് നമ്മൾ നന്നായിട്ട് ഇതാക്കാന്നുണ്ടെങ്കിൽ ഈ പ്രൊബേസായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു. അപ്പൊ ഞാനിത് പറയാൻ കാരണം ഒത്തിരി പേര് ഇത് പഠിച്ച് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ അവര് ഫണ്ട് ചെയ്തിട്ടാണ് പഠിപ്പിക്കണത് അല്ലേ. അത് പറഞ്ഞപ്പോഴാണ് സ്റ്റൈഫൻഡിന്റെ കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതായത് നമ്മളിപ്പോൾ ഏജൻസീസിനാണല്ലോ നമ്മൾ എമൗണ്ട് കൊടുക്കുന്നത്. പല റേറ്റ് വരുന്നുണ്ട്. 5 lakhs വരെ ഞാൻ കേട്ടിട്ടുണ്ട്. അതിലും വിട്ട് മേടിക്കുന്നവരുണ്ടോന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പം സ്റ്റൈഫൻഡിന്റെ കേസ് എന്താന്ന് പറഞ്ഞു തരാം. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് മന്ത്ലി ഒരു എക്സ്പെൻസ് വരൂലേ, അതവര് നമുക്ക് തരിക. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അത് നമ്മൾക്ക് അവിടെ തിയറിയേക്കാളും കൂടുതൽ നമുക്ക് പ്രാക്ടിക്കലാണ് ഉള്ളത് അല്ലേ. അപ്പൊ ആ സമയത്ത് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് നമുക്ക് അവരൊരു എമൗണ്ട്, ഇപ്പൊ നമുക്ക് 1 lakh എന്നുള്ളതാണ് നോർമലി നമുക്ക് വരുന്നത്. കാരണം നമ്മൾ ടാക്സും കാര്യങ്ങളൊക്കെ പിടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കിട്ടുന്ന എമൗണ്ട് പല സ്ഥലങ്ങളിലും പല സ്റ്റൈഫൻഡാണ് കുട്ടികൾക്ക് കിട്ടുന്നത്, നമ്മുടെ എംപ്ലോയറും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് കേട്ടോ. അവർക്കറിയാം, അവർ കാൽക്കുലേറ്റ് ചെയ്യും നമ്മുടെ മന്ത്ലി എക്സ്പെൻസസും നമ്മുടെ റെന്റും കാര്യങ്ങളൊക്കെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ഒരു എമൗണ്ട് ആണ് നമുക്ക് അവർ തരുന്നത്. അപ്പം നമുക്ക് ഇവിടുന്ന് നാട്ടിൽ നിന്ന് പിന്നെ വേറെ പൈസ എടുത്ത് വീട്ടുകാർക്ക് അയച്ചു തരേണ്ട ആവശ്യം വരില്ല. കാരണം അവരതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമുക്കൊരു എമൗണ്ട് തരുന്നത്. പിന്നെ നമ്മൾ അത്രയും ചിലവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. അപ്പം ഇതാണ് സ്റ്റൈഫൻഡിന്റെ കാര്യം. പിന്നെ വർഷം ഒരു 100 euro അങ്ങനെ വെച്ചിട്ട് നമുക്ക് കൂടുതൽ കാണിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കയ്യിൽ ഒരു എമൗണ്ട് ഉണ്ട്. പിന്നെ നമുക്കപ്പോൾ വേറെ പാർട്ട് ടൈം നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിലും നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. അവിടെ ഒരു കാര്യം ഓർത്ത് വെക്കാൻ, നമ്മുടെ നാട്ടിലെ പോലെ തിയറി അല്ല കൂടുതൽ, പ്രാക്ടിക്കൽ അവേഴ്സ് ആണ് കൂടുതൽ. അത് നല്ലതല്ലേ. കാരണം ഇപ്പം ഞാനൊക്കെ ചൂസ് ചെയ്യുന്നത് നഴ്സിംഗാണ്. അപ്പോൾ നമുക്ക് പ്രാക്ടിക്കൽ ഉണ്ടെങ്കിലല്ലേ നമുക്ക് അതിനകത്ത് എക്സ്പീരിയൻസ് ഉണ്ടാവുള്ളൂ, കാര്യങ്ങൾ എങ്ങനെ ചെയ്യാന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ ഞാൻ അറിഞ്ഞിട്ടുള്ള കാര്യം, നമ്മൾ ഈ പഠിക്കുന്ന നമ്മുടെ ഈ നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ജനറൽ നഴ്സിംഗ് ഇല്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. അവിടെ നമുക്ക് അത് മതി. അപ്പം നമ്മൾ അത് പഠിക്കുവാണെങ്കിൽ നമുക്ക് അവിടെ മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് ഷെങ്കൻ കൺട്രീസിൽ നമുക്ക് വർക്ക് ചെയ്യാം, അല്ലാതെ നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് നാട്ടിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിക്ക് ഞാൻ അറിയാം. പക്ഷെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഇതിന് ശേഷം നമ്മളൊരു വൈറ്റർ ബിൽഡിംഗ് നമ്മൾ ചെയ്യണം. അതായത് BSc സമമായിട്ടുള്ള എന്തെങ്കിലും 1 വർഷത്തെ 2 വർഷത്തെ എന്തെങ്കിലും ഒരു കോഴ്സ് ഉണ്ടാവും. അപ്പം നമ്മളത് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ നമ്മളിപ്പം ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് നമ്മൾ അപ്പോൾ അവിടെ തന്നെയല്ലേ നിൽക്കത്തുള്ളൂ. നമ്മളങ്ങനെ ഒരു പ്രോബബിളി നമ്മൾ മൂവ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത്. ഞാനിപ്പോൾ ജർമ്മനിയിലല്ല, ഞാനിപ്പോൾ നാട്ടിലാണ്. ജർമ്മനി പോണ സമയത്ത് എല്ലാവരും അറിയിക്കും കേട്ടോ. അപ്പം ഇതാണ് ഇതിൻ്റെ സ്റ്റെപ്സും കാര്യങ്ങളും വരുന്നത്. പിന്നെ അതുപോലെ നിങ്ങൾ ഒരു കാര്യം മനസ്സിൽ വെക്കുക, എല്ലാ ഹൗസ് ബിൽഡിങ്ങിനും സ്റ്റൈഫൻഡ് ഇല്ല എന്നാണ് ഞാൻ അറിഞ്ഞത് കേട്ടോ. സോ ചെക്ക് ചെയ്യുക ഏതിനൊക്കെയാണ്. മെജോറിറ്റി ആയിട്ടുള്ള എല്ലാ ഹൗസ് ബിൽഡിങ്ങിനും സ്റ്റൈഫൻഡ് ഉണ്ട്, ചിലതിന് ഇല്ല എന്നുള്ള രീതിക്ക് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണെങ്കിലും എപ്പോഴും പ്രൂഫ് ചെക്ക് ചെയ്യുക. ഏജൻസീസും ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ട് നിങ്ങൾ പ്രൂഫ് ചെക്ക് ചെയ്യുക. പിന്നെ ഞാനാണെങ്കിൽ നിങ്ങൾക്ക് B2 അതുപോലെ തന്നെ B2 പ്രിപ്പറേഷൻ ക്ലാസ്സസും തരുന്നുണ്ട്. ആർക്കെങ്കിലും ഒക്കെ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. എൻ്റെ ഇൻസ്റ്റ ID ഞാനിവിടെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലോ എനിക്ക് നിങ്ങളെ എന്തായാലും ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ജർമ്മൻ ഫ്രണ്ട്സ് ആയിട്ടല്ലേ, ജർമ്മൻ പഠിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോ അയച്ചു കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇനിയൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ, അതുവരേക്കും ബൈ.